ുന്ന 10 ലക്ഷം രൂപയായാലും വലുതാണ് അവർ തരുന്ന ഒരു ചെറിയ സംഭാവന. അവർ ഉള്ളറിഞ്ഞു തരുന്ന ഒരു അമ്മയാണത്. അപ്പോൾ ആ അമ്മയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ക്ഷണിക്കുന്നു. ചന്ദ്രേട്ടൻ ഒന്ന് ഫോട്ടോ ഒന്ന് കണ്ടോട്ടെ. ഓക്കെ, ശരി. നമ്മൾ മുതിർന്നവരെയാണ് ഏറ്റവും ആദ്യം ആദരിക്കുന്നത്. അടുത്തായിട്ട് നമ്മുടെ കറുപ്പേട്ടുണ്ട്. കറുപ്പേട്ടനെ വിളിക്കുകയാണ്. കറുപ്പേട്ടനെ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ വാല്യൂവുമായി ബന്ധപ്പെട്ട് വളരെ പഴയ, ഞങ്ങളൊക്കെ വളരെ പ്രായം കൂടിയാലും ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ഒരു മനുഷ്യനാണ് കറുപ്പേട്ടൻ. കറുപ്പേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ക്ഷണിക്കും. ചന്ദ്രേട്ടൻ ഇന്ന് കൂടെ വെക്കും. ഇങ്ങോട്ട് തിരിഞ്ഞു കറുപ്പേട്ട. പിന്നെ നമ്മൾ അടുത്തായിട്ട് ആദരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രഭാകരേട്ടനെയാണ്. പ്രഭാകരേട്ടനെ ക്ഷണിക്കുകയാണ്. അയ്യറക്കളി അതൊരു വിഭാഗത്തിൻ്റെ മാത്രം കളിയല്ല. അയ്യർക്കളി എല്ലാവരും, നമ്മുടെ പഴയ കാരണന്മാരൊക്കെ ഇവിടെ രാവിലെ കുറേ കാലം നിന്നുപോയി, എങ്കിലും തുടർന്ന് അത് നടത്തുകയും അതിൻ്റെ നേതൃത്വം കൊടുക്കുകയും ചെയ്ത പ്രഭാകരേട്ടൻ. ഓക്കെ, അടുത്താണ് മാറ്റി വയ്ക്കും. അടുത്ത സോമേട്ടൻ എത്തിയണ്ട, മകൻ വന്നില്ല. കുട്ടേട്ടൻ വന്നിട്ടില്ലേ മുള്ളക്കരന്ന്? അപ്പോൾ വേലയിൽ വലിയൊരു പ്രാധാന്യമാണ് മേളത്തിനുള്ളത്. മേളത്തിനൊക്കെ മുള്ളക്കരന്നുള്ള ഒരു നേതൃത്വമാണ് കുട്ടേട്ടൻ നൽകുന്നത്. പ്രത്യേക സ്നേഹം. അടുത്തായിട്ട് സുധേട്ടനാണ്. സുധേട്ടൻ്റെ ചേട്ടനാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. പിന്നെ പുതിയ തലമുറയിൽ, ഇപ്പോൾ പുതിയ തലമുറ എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ഒപ്പത്തിനുണ്ടായിരുന്നു അല്ലേ സുധേട്ട? അപ്പോൾ സുധേട്ടനെ ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് സൂര്യേട്ടനാണ്. സൂര്യേട്ടനെ ക്ഷണിക്കുകയാണ്. എല്ലാ കാലത്തും സൂര്യേട്ടനെ ഓർമ്മയുണ്ടാവും വേലയുമായി ബന്ധപ്പെട്ട്. അടുത്തായിട്ട് കുട്ടേട്ടനാണ്. കുട്ടേട്ടനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും, പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കുട്ടേട്ടനെ വർഷങ്ങളായി ഈ വേലയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടേട്ടനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അടുത്തായിട്ട് KV രാജൻ, കോടന്നൂർ. വേലയ്ക്ക് കോടന്നൂർ മേഖലയിൽ നിന്നുള്ള ഏറ്റവും പ്രാധാന്യമുള്ള വേല കൊണ്ടുവരുന്ന രാജേട്ടന് ആദരവ് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഭരതേട്ടൻ എത്തിയിട്ടുണ്ടാ? ഭരതേട്ടൻ വന്നിട്ടില്ലേ? വരും, യാത്രയിലാണ് ഭരതേട്ടൻ. അടുത്തതായിട്ട് KNR കുട്ടി. ഞാൻ നേരത്തെ KNR കുട്ടീനെ പറ്റി സൂചിപ്പിച്ചിരുന്നു, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. KNR കുട്ടിയെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു.
അടുത്തതായിട്ട് CL ബാബു. CLനെ വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം വെച്ചാൽ ഏറ്റവും സ്നേഹത്തോടു കൂടി CLന് ആദരവ് സമർപ്പിക്കുകയാണ്. നമുക്ക് മനുഷ്യന് ജാതി മതമൊന്നുമില്ല. മനുഷ്യന് വേണ്ടത് സ്നേഹവും മറ്റു കാര്യങ്ങളുമാണ്. CL ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു വ്യക്തി ഭയങ്കര ഭഗവതിനെയാണ്. CLൻ്റെ ഏറ്റവും വലിയ ആരാധനാമൂർത്തി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ആദരവ് ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭരതേട്ട എത്തിയോ? രജിസ്റ്റർ വിളിച്ചോളൂ. സോമേട്ടൻ്റെ മോനല്ലേ? രജീഷ് അല്ലേ? ഓക്കെ. രതീഷ് ഉണ്ട് കേട്ടോ. ശാസ്താംകടവിൽ നിന്ന് വിട്ടുപോയി. ഇതാണ്, ക്ഷമിക്കണം. ആദരവ് ചടങ്ങുകൾ സമാപിക്കുകയാണ്. നന്ദി പറയാം. അതിനു മുമ്പ് നമുക്ക് സമയം എത്രയായി ഏപ്പേട്ടാ? നമുക്ക് ആൽത്തറമേളം ആരംഭിക്കേണ്ടതുണ്ട്. അവരൊക്കെ തയ്യാറായി.